ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ആവോലി ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മസാലയ്ക്കായിട്ട് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ലേശം നമുക്ക് ഫിഷ് മസാലയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലേശം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ലേശം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ലേശം നമുക്ക് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മീനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ആവോലിയിൽ ഞാൻ എല്ലാം അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അല്ലാതെ നമ്മൾ തലേദിവസം ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ തലേദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. മീൻ വറക്കാനായിട്ട് തവയിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഇതുപോലെ 3-4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മീൻ എടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ നമ്മുടെ മീനെല്ലാം ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം നമ്മുടെ മീനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കാന്താരി ഇതുപോലെ ഞാനിത് ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവോലി ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതേ മസാല യൂസ് ചെയ്തിട്ട് വറുത്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ മസാല ഉപയോഗിച്ചിട്ട് ഇതുപോലെ മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ്സ് വഴി അറിയിക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.